നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ വോട്ടുകൾ ഇക്കുറി ആർക്ക്? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ഭരണയന്ത്രം പിടിച്ചെടുക്കണമെങ്കിൽ മധ്യ തിരുവിതാംകൂറിലെ ന്യൂനപക്ഷ വോട്ടുകൾ സ്വന്തമാക്കേണ്ടതുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഒപ്പം ചേർത്ത് LDF തങ്ങളുടെ വോട്ടുവിഹിതം വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ LDF ക്യാമ്പിൽ നിന്ന് ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ UDFിലേക്ക് ഒഴുകി. ഇതിന്റെ പ്രതിഫലനങ്ങൾ പല മണ്ഡലങ്ങളിലും കണ്ടു. ഏറെ ശ്രദ്ധേയമായത് ഇടുക്കി മണ്ഡലം തന്നെ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഒരു VIP മണ്ഡലമായി മാറിക്കഴിഞ്ഞു ഇടുക്കി. മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഇക്കുറിയും LDFിന് വേണ്ടി ഇടുക്കിയിൽ മത്സരിക്കുന്നത്. എന്നാൽ റോഷിയെ വീഴിക്കുമെന്ന ഉഗ്രവാശിയിലാണ് UDF. ഇടുക്കി സീറ്റ് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിന്റെ കയ്യിലാണ്. എന്നാൽ തങ്ങൾക്ക് ഇടുക്കി സീറ്റ് വിട്ടു നൽകണമെന്നാണ് കോൺഗ്രസിന്റെ വാശി. ഇടുക്കി സീറ്റ് ഏറ്റെടുക്കാനുള്ള കോൺഗ്രസ് തത്രപ്പാട് ഒരു വശത്ത്, ചത്താലും സീറ്റ് വിട്ടുതരില്ല എന്ന വാശിയാണ് മറുവശത്ത് ജോസഫ് വിഭാഗത്തിന്. എന്തിനാണ് 10ഓളം സീറ്റുകൾ ഇങ്ങനെ കയ്യിൽ വെച്ചിരിക്കുന്നത്? അവയിൽ ഭൂരിപക്ഷവും ജോസഫ് തോറ്റൊടുങ്ങില്ലേ എന്ന് ചോദിക്കുകയാണ് കോൺഗ്രസ്. ജോസഫ് ഗ്രൂപ്പിന് ഇക്കുറി കോൺഗ്രസ് നിശ്ചയിച്ചിരിക്കുന്നത് 8 സീറ്റുകളാണ്. 2 സീറ്റുകൾ വെട്ടിക്കുറച്ചാൽ PJ ജോസഫ് വലിയ തോതിൽ മറുതലിക്കുമെന്ന് വ്യക്തം. എല്ലാ കാലത്തും UDFിനെ സംരക്ഷിച്ചിട്ടുള്ള മണ്ഡലമാണ് ഇടുക്കി. എങ്കിലും റോഷി അഗസ്റ്റിന് കാര്യമായ വേരോട്ടമുണ്ട് ഈ മണ്ഡലത്തിൽ. ഇപ്പോഴിതാ അപ്രതീക്ഷിതമായി ചില റിപ്പോർട്ടുകൾ ഉയരുന്നു. ഇടുക്കി മണ്ഡലത്തിൽ ഇക്കുറി മത്സരിക്കുന്നത് സാക്ഷാൽ PJ ജോസഫ് തന്നെയാണ്. മകൻ അബു ജോസഫിന് തൊടുപുഴ മണ്ഡലം നൽകി പകരം PJ ജോസഫ് ഇടുക്കിയിലേക്ക് മാറുന്നു. മോൻസ് ജോസഫൊക്കെ ഇക്കാര്യത്തിൽ കടുത്ത വാശിയിലാണ്. PJ ജോസഫ് തൊടുപുഴ വിട്ടു പോകരുത് എന്ന് വാദിക്കുന്ന ഒരു കൂട്ടർ പാർട്ടിയിലുണ്ട്. PJ ജോസഫ് മത്സരിക്കാൻ എത്തിയില്ല എങ്കിൽ കോൺഗ്രസ് ഇടുക്കി സീറ്റ് ബലമായി പിടിച്ചെടുക്കുമെന്നാണ് PJ ജോസഫ് കരുതുന്നത്. മറുവശത്ത് മകനെ സുരക്ഷിതമായി തൊടുപുഴയിൽ ലാൻഡ് ചെയ്യിപ്പിക്കാനുള്ള ഒരു അവസരവും വരുന്നു. നേരത്തെ പാലാ സീറ്റ് റോഷി അഗസ്റ്റിൻ മോഹിച്ചിരുന്നു എന്നൊക്കെ മാധ്യമ വാർത്തകൾ നിറഞ്ഞിരുന്നു. എന്നാൽ റോഷി ഇടുക്കിയിൽ തന്നെയാണ് മത്സരിക്കുക. ഇടുക്കിയിൽ നിറഞ്ഞു നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള ചിട്ടവട്ടങ്ങൾ റോഷി തുടക്കമിട്ടു. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇടുക്കിക്ക് വാരിക്കോരി കൊടുക്കുന്ന പദ്ധതികളുടെ വലിയ പെരുമ്പറയാണ് കേരളം കേൾക്കുന്നത്. റോഷി അഗസ്റ്റിന്റെ ഉറച്ച മണ്ഡലം എന്ന പ്രതീതി നിലനിർത്തി ഇടുക്കി തങ്ങളുടെ കയ്യിൽ ഒതുക്കിപ്പിടിക്കുകയാണ് LDFിന്റെ ലക്ഷ്യം. ഇക്കുറി CPM വോട്ടുകൾ റോഷിയിൽ നിന്ന് ചോരില്ല എന്നുറപ്പിച്ചു നിൽക്കുന്നു CPM പാർട്ടി. എന്നാൽ മറുവശത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ അണികൾ അത്ര കണ്ട് ഉണർന്നിട്ടില്ല. റോഷിയെ നിയമസഭയിൽ എത്തിക്കണമെന്ന വാശി LDFിൽ ശക്തമാണ്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി മണ്ഡലത്തിലെ പഞ്ചായത്തുകളൊക്കെ LDFിനെ കൈവിട്ടിരുന്നു. 14,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അവിടെ UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. ഈ വലിയ വോട്ട് വ്യത്യാസം തിരികെ മുന്നണിയിലേക്ക് എത്തിക്കണമെങ്കിൽ സാക്ഷാൽ റോഷി തന്നെ കളത്തിലിറങ്ങണം. എന്നാൽ PJ ജോസഫ് അവിടെ മത്സരിക്കാനെത്തിയാൽ ചിത്രം മാറുമെന്നാണ് UDF കരുതുന്നത്. ഒന്നുകിൽ സാക്ഷാൽ PJ ജോസഫ് മത്സരിക്കുക, അല്ലെങ്കിൽ കൈപ്പത്തിയിൽ ഒരു സ്ഥാനാർത്ഥി എത്തുക. ജോയി വെട്ടിക്കുഴിയെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു. UDF ചെയർമാനും കട്ടപ്പന നഗരസഭാ അധ്യക്ഷനുമാണ് ഇപ്പോൾ ജോയി വെട്ടിക്കുഴി. ജോയി വെട്ടിക്കുഴിയെ മത്സരിപ്പിക്കാൻ അതിശക്തമായ സമ്മർദ്ദമാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു വിഭാഗം ഇടുക്കിയിൽ നടത്തുന്നത്. മണ്ഡലത്തിൽ റോഷി ശക്തനാണ്. എന്നാൽ ഭൂപ്രശ്നങ്ങളിൽ ഇടതുവിരുദ്ധ വികാരമുണ്ട് എന്ന് ജോയി വെട്ടിക്കുഴി അനുകൂലികൾ പറയുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേരത്തെ ജില്ലാ പ്രസിഡന്റ് MJ ജേക്കബിനെ മത്സരരംഗത്ത് എത്തിക്കാനായിരുന്നു ശ്രമിച്ചത്. MJ ജേക്കബിന് സീറ്റ് കൊടുക്കാനാണ് പദ്ധതിയെങ്കിൽ തങ്ങൾ സീറ്റ് ഏറ്റെടുക്കുമെന്ന് കോൺഗ്രസ് പറഞ്ഞു. ഇടുക്കി സീറ്റിനു വേണ്ടി EM അഗസ്തിയും രംഗത്തുണ്ട്. മറുവശത്ത് DCC സെക്രട്ടറി ബിജു മാണിക്കും കടുത്ത സീറ്റ് മോഹം. ആര് ജയിക്കുമെന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഇടുക്കി മണ്ഡലത്തിലെ പോരവിടെ നിൽക്കട്ടെ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ട് ഇക്കുറി ഏത് മുന്നണിക്കാവും ലഭിക്കുക? തദ്ദേശ തെരഞ്ഞെടുപ്പ് പാറ്റേൺ നോക്കി മനസ്സിലാക്കി എല്ലാ മുന്നണികളും ശക്തമായ തയ്യാറെടുപ്പിലാണ്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പരമ്പരാഗത ഹിന്ദു വോട്ടിൽ വലിയ ചോർച്ചയുണ്ടായി എന്നാണ് LDF കരുതുന്നത്. ഈ ചോർച്ച ഐക്യമുന്നണിക്കാണ് ഗുണം ചെയ്തത്. നഗരപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലെയുള്ള മേഖലകളിൽ ഇത് BJP മുന്നണിക്ക് ഗുണം ചെയ്തു. 2021 തെരഞ്ഞെടുപ്പിൽ അന്ന് മുസ്ലിം സമുദായ വോട്ടുകളും ക്രിസ്ത്യൻ സമുദായ വോട്ടുകളും സമാഹരിക്കാൻ LDFിന്, പ്രത്യേകിച്ച് CPMന് കഴിഞ്ഞിരുന്നു.
എന്നാൽ 2025 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായ വോട്ടുകൾ നേരെ UDFിലേക്ക് ഒഴുകി. ഒപ്പം ക്രിസ്ത്യൻ സമുദായ വോട്ടുകളിൽ ഭൂരിപക്ഷം UDFിന്റെ വോട്ട് പെട്ടിയിലെത്തി. കഴിഞ്ഞ കുറെ കാലമായി BJP ലക്ഷ്യമിടുന്നത് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് തന്നെ. ഇപ്പോഴിതാ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇക്കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി മേജർ ആർച്ച് ബിഷപ്പിനെ കണ്ടു. പ്രധാനമന്ത്രി മാർച്ച് ആദ്യവാരം കേരളത്തിലെത്തുമ്പോൾ സഭാ നേതാക്കളെ കാണുമെന്നാണ് റിജിജു പറഞ്ഞത്. കാഞ്ഞിരപ്പള്ളി സീറ്റിൽ മത്സരിക്കാൻ ജോർജ് കുര്യൻ തയ്യാറെടുക്കുന്നു. എന്നാൽ പ്രദേശത്ത് നിന്ന് ശക്തമായ ആവശ്യം നോബിൾ മാത്യുവിന് വേണ്ടി ഉയരുന്നു. നോബിളിനെ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഉമ്മൻചാണ്ടി യുഗത്തിന് ശേഷം UDF നേതാക്കളും സഭയുമായുള്ള ബന്ധത്തിന് വലിയ ഉലച്ചിൽ സംഭവിച്ചിരുന്നു. എന്നാൽ ഇക്കുറി സഭാ നേതാക്കളെ നേരിൽ കാണാൻ രമേശ് ചെന്നിത്തല പ്രത്യേക ശ്രമങ്ങൾ ആരംഭിച്ചു. നേരത്തെ എറണാകുളം സഭാ ആസ്ഥാനത്തെത്തി VD സതീശൻ സഭയുടെ നേതാക്കളെ കണ്ടിരുന്നു. KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് എത്തിയതാണ് ക്രിസ്ത്യൻ സഭകളുമായുള്ള പാലം എന്നൊരു കൂട്ടർ പ്രതീക്ഷിക്കുന്നു. LDFന് ക്രിസ്ത്യൻ മേഖലയിൽ കൂടുതൽ അടിത്തറ നൽകിയത് ജോസ് കെ മാണി നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് ബാണി വിഭാഗമാണ് എന്ന് വ്യക്തം. സംഘടനാ തലത്തിൽ ഇപ്പോഴും ബാണി വിഭാഗം ശക്തമാണ്. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന് അംഗീകാരം നൽകിയത് ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ട് ലക്ഷ്യം വെച്ചാണ്. വന്യജീവി ആക്രമണം, സ്കൂൾ നിയമനം തുടങ്ങി 13 വിഷയങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ താൽപര്യം പിണറായി വിജയൻ സർക്കാർ പരിഗണിച്ചു എന്നാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് ബാണി വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. പൂജാർ മുൻ MLAയും BJP നേതാവുമായ PC ജോർജിന് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനം നൽകാമെന്നാണ് ഇപ്പോൾ BJP മുന്നോട്ട് വയ്ക്കുന്ന ഓഫർ. പകരം PC ജോർജും മകൻ ഷോൺ ജോർജും കാഞ്ഞിരപ്പള്ളി ഉൾപ്പെടെയുള്ള മധ്യതിരുവിതാംകൂർ മേഖലയിലെ ക്രിസ്ത്യൻ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂജാറിൽ വീണ്ടും മത്സരിക്കാനൊരുങ്ങുകയാണ് ഇപ്പോൾ സാക്ഷാൽ PC ജോർജ്. ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് PC ജോർജിന് ഓഫർ ലഭിച്ചിട്ടുള്ളത് ശരിയാണ് എന്ന് ഷോൺ ജോർജും പറയുന്നു. പൂജാറിൽ സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ടു പോകാൻ PC ജോർജിന് BJP കേന്ദ്ര നേതൃത്വം അനുവാദം നൽകി. ദീർഘകാലമായി കേരള കോൺഗ്രസിന്റെ വിവിധ വിഭാഗങ്ങളുടെ ഭാഗമായിരുന്നു PC ജോർജ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ സമുദായത്തെ കയ്യിലെടുക്കാനുള്ള സർവ്വതന്ത്രങ്ങളും പയറ്റുകയാണിപ്പോൾ NDA മുന്നണിയും LDF UDF മുന്നണികളുമൊക്കെ. ഇതിന്റെ ഭാഗമായി കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി റിജിജു ഇന്നലെ കൊച്ചിയിലെത്തി. സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലുമായി കിരൺ റിജിജു കൂടിക്കാഴ്ച നടത്തി. സഭാ ആസ്ഥാനമായ സെന്റ് തോമസ് മൗണ്ടിലായിരുന്നു കൂടിക്കാഴ്ച. ക്രിസ്ത്യാനികൾക്ക് മൈനോറിറ്റി പദവി നൽകണമെന്ന കൂടിക്കാഴ്ചയിൽ സഭയുടെ ആവശ്യം ആർച്ച് ബിഷപ്പ് മുന്നോട്ട് വച്ചു. ഇക്കാര്യം കേന്ദ്ര സർക്കാർ പരിഗണിക്കുമെന്നാണ് കേന്ദ്രമന്ത്രി റിജിജു മാർ തട്ടിലിന് ഉറപ്പ് നൽകിയത്. സഭകൾ ഉന്നയിക്കുന്ന മറ്റു പ്രശ്നങ്ങളും കേന്ദ്ര സർക്കാർ ഗൗരവത്തോടെ നോക്കിക്കാണും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജു ചന്ദ്രശേഖർ, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ്, 2020 ചെയർമാൻ സാബു M ജേക്കബ് എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ലിയോ 14 മാർപ്പാപ്പയെ കേന്ദ്ര സർക്കാർ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജു ചന്ദ്രശേഖർ പറയുന്നു. നേരത്തെ BJPയോട് വളരെ അടുത്തു വന്നിരുന്നു ക്രിസ്ത്യൻ സമൂഹം. എന്നാൽ വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരായ ആക്രമണങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തുവന്നത് സഭയിൽ ആശങ്കയുണർത്തി. ഇതിനെ തുടർന്നാണ് ക്രിസ്ത്യൻ സമൂഹത്തിലെ ഒരു വിഭാഗം UDFിലേക്ക് ചായാൻ തുടങ്ങിയത്. ഇതിന്റെ അപകട പണത്താണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അടക്കമുള്ളവരുടെ നീക്കം. 2020 NDAയിൽ ചേർന്നത് പ്രതീക്ഷകൾക്ക് കൂടുതൽ കരുത്തു പകരുമെന്ന് BJP വിശ്വസിക്കുന്നു. സാബു M ജേക്കബിന്റെ വരവോടെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നൊരു പ്രത്യേക ഉണർവ് പ്രകടമാണത്രേ. കേരള കോൺഗ്രസിന്റെ പരമ്പരാഗത കോട്ടയായ പാലായിൽ ഷോണിനെയും തിരുവല്ലയിൽ അനൂപിനെയും മത്സരിപ്പിക്കാൻ BJP ഒരുങ്ങുന്നു. കോട്ടയം, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, ചെങ്ങന്നൂർ തുടങ്ങിയ ചില മണ്ഡലങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഒരു കാര്യം വ്യക്തമാണ്, ശക്തമായ അടിയൊഴുക്കുകൾ ഇപ്പോൾ മധ്യ തിരുവിതാംകൂർ കേന്ദ്രീകരിച്ച് നടക്കുന്നു. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിനുള്ളിൽ. ക്രിസ്ത്യൻ വോട്ടുകൾ ഏത് വോട്ടുപെട്ടിയിലേക്കാവും ഇക്കുറി കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.